ഹലോ ഫ്രണ്ട്സ്, ഈ വന്ന കാലം പല കാരണങ്ങൾ കൊണ്ട് മുടി നരയ്ക്കുന്നുണ്ട്. മുടി നരയ്ക്കുന്നതോടൊപ്പം തന്നെ മുടി പൊട്ടിപ്പോകുന്നത്, മുടി കൊഴിച്ചിൽ, അതേപോലെ താരന്, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് ഫേസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതിനെല്ലാം പറ്റിയ നല്ലൊരു ഹെയർ ഡൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൂടെ തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ പറ്റി നല്ലൊരു സൊല്യൂഷനാണ് ഇത്. മുടി നല്ല ഷൈനിങ് ആയി നല്ല തിളക്കത്തോടു കൂടി വളരുന്നതിനൊക്കെ ഇത് നല്ലതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ എടുക്കാതിരിക്കുന്ന ബാഗ്, പേഴ്സ് ഒക്കെ ആയിക്കോട്ടെ, അത് പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിക്കാറുണ്ട്. അതുപോലെ ഈർപ്പം തട്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇളകി പോകുന്നതിനൊക്കെ കാരണമാകും ഈർപ്പമൊക്കെ തട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ ആണ്. ഇതുപോലുള്ള സിലിക്ക ജെല്ല് നമ്മൾ പുതിയ ബാഗ്, ഷൂ ഒക്കെ മേടിക്കുമ്പോൾ കിട്ടും. അത് കളയാതെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ബാഗിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ അത് എത്ര നാളായാലും അതിൽ ഈർപ്പത്തിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ബാഗും പേഴ്സും ഒക്കെ. അതുപോലെ കബോർഡിനകത്തൊക്കെ ഇത് വെക്കാവുന്നതാണ്. കബോർഡിനകത്തൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഈർപ്പത്തിൻ്റെ ശല്യമൊക്കെ ഉള്ള പ്രശ്നമൊക്കെ ഉള്ളതൊക്കെ ഒഴിവായി കിട്ടും. ഇതുപോലുള്ള സിലിക്ക ജെല്ല് ഈർപ്പമൊക്കെ അബ്സോർവ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. സിലിക്ക ജെല്ല് ഇനിയും കിട്ടുമ്പോൾ കളയണ്ട. ഇതുകൊണ്ട് ഒരുപാട് യൂസുകളുണ്ട്. രണ്ടാമത്തെ ടിപ്പ്, ഞാൻ ബാഗിനകത്തോട്ട് ഒരു സേഫ്റ്റി പിന്ന് കുത്തി വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി പിന്നിൻ്റെ ഒക്കെ ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ സാരിയൊക്കെ എടുത്തു പോകുന്നവരാണെങ്കിൽ അതിൻ്റെ സാരിയുടെ തുമ്പ് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ആ സേഫ്റ്റി പിന്ന് അത് വളയുന്നതായിരിക്കും. അത് പെട്ടെന്ന് അഴുക്കായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കുന്ന ബാഗിനകത്ത് ഇതുപോലെ ഒരു ഉറയുണ്ടല്ലോ, ആ ഉറയിലോട്ട് ഇതുപോലെ ഒന്ന് കുത്തി വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, സവാളയും ടൂത്ത് പേസ്റ്റും വെച്ചിട്ട് നല്ലൊരു കിടിലൊരു സൂത്രമാണ്. അപ്പോൾ നമുക്കെങ്ങനെ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ സവാള എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഞെടുപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. വെറുതെ അത് കളയായിരിക്കും ചെയ്തത്. പക്ഷേ അതുപോലുള്ള നമ്മൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഭാഗം കളയാതെ നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ആ സവാളയുടെ ഞെടുപ്പ് ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ കളയായിരിക്കും ചെയ്യുന്നത്. ഇനി അത് കളയരുത്. നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഞാൻ ശകലം ടൂത്ത് പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. ശകലം തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഭിത്തിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര കഴിയാലും പോകാത്ത കറകൾ, അല്ലെങ്കിൽ ചായക്കറയൊക്കെ വീണിട്ട് കുട്ടികളൊക്കെ ആണെങ്കിലും വരയ്ക്കുന്ന മഷി ആയിക്കോട്ടെ, അതുപോലെ കിച്ചണിലാണെങ്കിൽ എണ്ണമയമുള്ള ഭിത്തിയൊക്കെ ആണെങ്കിലും നമുക്ക് അതിൽ അഴുക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ടോ ഒരു പേപ്പർ വെച്ചിട്ടാണെങ്കിലും നമ്മൾ തൂത്ത് കൊടുത്താൽ മതി. ആ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിരിക്കും. നല്ലൊരു ക്ലീനിങ് ഐഡിയ ആണ്. ഇപ്പോൾ ആ വെട്ടിയെടുത്ത് ആ ഞെടുപ്പയിലോട്ട് ശകലം ടൂത്ത് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് എന്നിട്ട് ആ ഭിത്തിയിലൊന്ന് റബ്ബ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവിടുത്തെ അഴുക്കെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ടാണെങ്കിലും തുടച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ വെച്ചിട്ട് തൂത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ടാണ് ഇത് നല്ലതായിട്ട് തൂത്തെടുക്കുന്നത്. വളരെ നല്ലൊരു ക്ലീനിങ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഞെടുപ്പ് ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും. നമ്മൾ വെറുതെ അത് കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു ക്ലീനിങ് ഐഡിയ ആണ് ഇത്. അതുപോലെ കുട്ടികളൊക്കെ ഭിത്തിയിലൊക്കെ വരച്ച് വെക്കുമല്ലോ, പേനയും പെൻസിൽ വെച്ചൊക്കെ വരച്ച് വെക്കുമല്ലോ, ആ വരയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്താൽ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ ഇതുപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് അത് കളയുന്നതിന് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ കളയാൻ പറ്റും. നമുക്ക് ആ സവാളയുടെ ഞെടുപ്പിലോട്ട് ശകലം ടൂത്ത് പേസ്റ്റ് തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് തൂത്ത് ഉടച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ അത് അഴുക്കെല്ലാം പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അത് അഴുക്കാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റുമുള്ള ആ
ഭിത്തിയിലും ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തൂത്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ എല്ലാ അഴുക്കും പോയി കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നല്ലതായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. അതുപോലെ നമുക്ക് ഒട്ടും ആയാസമില്ല. തന്നെ നല്ലൊരു ക്ലീനിങ് ടിപ്പ് തന്നെയാണിത്. അടുത്ത 4ാമത്തെ ടിപ്പ്, അകാല നര കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ മുടിയുടെ എല്ലാ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കൂടി തന്നെയാണിത്. ഒരു ബൗളിലോട്ട് 2 ടീസ്പൂണ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ടുള്ള കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള കോഫി പൗഡർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാപ്പിപ്പൊടിക്ക് പകരം നമുക്ക് തേയിലപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മുടിയുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് കാപ്പിപ്പൊടി തേയിലപ്പൊടി എടുക്കാവുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് പിന്നെ 2 ടീസ്പൂണ് ഫ്ലാക്സ് സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പാണെങ്കിൽ നമുക്ക് കാപ്പിപ്പൊടി എടുക്കാം. അതേസമയം വരണ്ടിരിക്കുന്ന സ്കാൽപ്പാണെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കാൽപ്പാണെങ്കിൽ നമുക്ക് തേയില എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ മുടിയുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. തരിയുള്ള കാപ്പിപ്പൊടി ആണെങ്കിൽ ആദ്യം കാപ്പി ഉണ്ടാക്കി അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചേ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഇത് തിളച്ച് വരികയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന കാപ്പിപ്പൊടി ആണെങ്കിലും ഫ്ലാക്സ് സീഡ് ആണെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ ഇതിലൊഴിച്ച് കൊടുത്ത് പച്ചവെള്ളമാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് കൂടെ ഇത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അങ്ങനെ തിളക്കുന്ന സമയത്ത് ഇത് നല്ലൊരു ജെല്ല് പോലാകും. അങ്ങനെയാണ് നമുക്കിത് കിട്ടേണ്ടത്. മുടി കൊഴിച്ചിൽ തടയുന്നതിന് ഉള്ളു വർദ്ധിക്കുന്നതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടിയാണ് ഈ ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്ത് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തണുപ്പ് പോയിട്ട് വേണം നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. അത് കാരണം മുടിക്ക് നല്ല ബലവും ഷൈനിങ്ങും നൽകുന്നതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കുറുകി ജെല്ല് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓഫാക്കി ഒന്ന് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചെടുക്കണം. ഇതിപ്പം ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിപ്പയിലോട്ട് ഒഴിച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത്. നമുക്കൊരു തുണിയിലോട്ട് ഒഴിച്ചിട്ടാണെങ്കിൽ ഇത് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കോൺഫ്ലോറോട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എടുക്കുന്ന കോൺഫ്ലോറായിട്ട് മിക്സ് ചെയ്യുന്ന പാർട്ട് ഇതിനകത്ത് മിക്സായിട്ടുണ്ട്. കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കാപ്പിപ്പൊടിയും ആ ഫ്ലാക്സ് സീഡോടുള്ള ആ ജെല്ല് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. റെഗുലറായിട്ട് തന്നെ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ മുടിയുടെ ആ സ്വഭാവമായിട്ടുള്ള കളർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനാണെങ്കിലും സഹായിക്കുന്നതാണ്. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ കോൺഫ്ലോറിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ നമുക്കിപ്പോൾ ചെറിയൊരു കട്ട പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. കോൺഫ്ലോറൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇത് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായതുകൊണ്ട് നമ്മൾ കോൺഫ്ലോറൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് എടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് ഇത് വരുന്നതായിരിക്കും. ഇപ്പം മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റനായിട്ട് കിട്ടണമെന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ രീതിയിൽ കോൺഫ്ലോറൂടെ ആഡ് ചെയ്തിട്ട് മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നല്ല സ്ട്രെയിറ്റായിട്ട് കിട്ടുന്നതിനായിട്ട് സഹായിക്കുന്നതാണ്. ഇപ്പോഴും വീണ്ടും ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഒന്നുകൂടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്.
ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനകത്ത് കോൺഫ്ലോർ ചേർത്താണ്, അത് പെട്ടെന്ന് കട്ടായിട്ട് പോകും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നേരത്തെ എടുത്ത ബൗളിലോട്ട് തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഏത് കണ്ടെയ്നറിനകത്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്താണ്. അതിലോട്ട് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫില്ലർ ഉപയോഗിച്ച് അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് കണ്ടെയ്നറിനകത്താണെങ്കിലും നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ ഫേസ് വാഷിൻ്റെയൊക്കെ കവർ ഉണ്ടാവില്ല, കാലിയിട്ടുള്ള കവർ, അതിനകത്താണെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ യാത്രയൊക്കെ സമയത്ത് നമുക്കിതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കവറിനകത്ത് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും പറ്റുന്നതാണ്. ഇത് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് മുടിയിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മുടിയുടെ ആ സ്വാഭാവികമായിട്ടുള്ള കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിന് നമുക്ക് സഹായിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ട്, അത് നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷനായിട്ടും മുടിക്ക് നല്ല തിളക്കമൊക്കെ കൊടുക്കുന്നതിന് സഹായിക്കും. അതേപോലെ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അത് മുടി ഇപ്പോൾ കേളിയായിട്ടുള്ളവർക്കൊക്കെ കുറച്ചൊന്ന് സ്ട്രെയിറ്റും കിട്ടണം, ടെമ്പററി ആയിട്ടൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ നേരത്തെ അടിച്ചു മാറ്റിയ ആ ഫ്ലാക്സിൻ്റെ ചണ്ടി കളയണ്ട, അത് നമുക്ക് ഉണ്ട് നല്ലൊരു യൂസ് ഉണ്ട്. അത് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇട്ട് പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഹെയർ മാസ്കായിട്ട് ഉപയോഗിക്കാം. ഹെയർ മാസ്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ മാസ്കായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഹെയർ മാസ്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളോടെ പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ആ രീതിയിൽ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇപ്പം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കിന്നിന് നല്ല ഒരു തിളക്കം കിട്ടുന്നതിന്, നല്ല സ്മൂത്ത് ഷൈനിങ് ആയി ഇരിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഇതിങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ട് ഞാൻ കയ്യിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സർക്കാർ രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. നമ്മൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ട് കയ്യിലൊക്കെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് വേണം ഇത് കഴുകി കളയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. ഡ്രൈ ആയി കഴിഞ്ഞു, ഓവറായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അത് സ്കിന്നിന് അഴുക്കാണ്. അപ്പോൾ ജസ്റ്റ് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മളത് കഴുകി കളയണം. അങ്ങനെ ആകുമ്പോഴാണ് കൈക്ക് നല്ലൊരു നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് നല്ലൊരു ഷൈനിങ്ങും സ്മൂത്തായിട്ട് കഴിക്കുന്നതിന് സഹായിക്കുകയുള്ളൂ. ഇപ്പം കൈ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് നല്ല സ്മൂത്ത് ഷൈനി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.